നന്മ വിതയ്ക്കുക, ശാന്തി കൊയ്യുക. ആധ്യാത്മിക ശാസ്ത്രപ്രകാരം ഒരാൾക്ക് ശാന്തി ഉണ്ടാകണമെങ്കിൽ ചിത്തശുദ്ധി കൈവരണം എന്നാണ് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം പരമമായ ശാന്തിയാണ്. എന്നാൽ നമ്മുടെ മനസ്സിൽ നിരവധി മാലിന്യങ്ങൾ വന്നു ചേർന്ന് സൂര്യനെ കാർമേഘം മറയ്ക്കുന്നത് പോലെ നമ്മിലെ ശാന്തിയെ മറയ്ക്കുന്നു. ഈ മനോമാലിന്യം നീക്കിക്കളയുമ്പോൾ സ്വതസിദ്ധമായ ശാന്തി അനുഭവമാകുന്നു. എന്താണ് മനോമാലിന്യം? സ്വാർത്ഥത, അസൂയ, കുശുമ്പ്, രാഗദ്വേഷം ഇതൊക്കെയാണ് മനോമാലിന്യങ്ങൾ. ഇതിനെങ്ങനെ ശുദ്ധീകരിക്കാം? തന്നെപ്പോലെ അന്യനെ കാണുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും പഠിക്കുക. അപ്പോൾ സ്വാർത്ഥതയും ശത്രുതാഭാവവും കുറയും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തി വർദ്ധിക്കും. ഒരു വൃക്ഷം എറിയുന്നവനും പഴം നൽകുന്നത് പോലെ തന്നെ വെറുക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് മനഃശുദ്ധി കൈവരുന്നത്. പക്ഷേ ഇതത്ര എളുപ്പം നേടിയെടുക്കാൻ കഴിയുന്നതാണോ? ഒരു നല്ല ചിന്ത നമ്മിൽ മുള പൊട്ടിയാൽ അത് പ്രവൃത്തിയാക്കി മാറ്റണമെങ്കിൽ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നകർമ്മനാന പ്രജയാതനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്ന് വേദം പറഞ്ഞിരിക്കുന്നത്. സ്വാർത്ഥ പ്രവൃത്തികളിലൂടെയല്ല, സന്തതികളിലൂടെയുമല്ല, സമ്പത്തിലൂടെയുമല്ല, ത്യാഗത്തിലൂടെയാണ് അമൃതത്വം നേടുന്നത്. തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സ്വാർത്ഥതയാണ്. തൻ്റെ സമൂഹത്തിന് വേണ്ടി കൂടി പ്രയത്നിക്കുമ്പോഴാണ് നിസ്വാർത്ഥനാകുന്നത്. എന്നാൽ സ്വാർത്ഥത കൈവെടിയുന്നതും നിസ്വാർത്ഥനായി തീരുക എന്നതും വളരെ ക്ലേശം നിറഞ്ഞ പ്രവൃത്തിയാണ്. താൻ അധ്വാനിച്ച് നേടിയ സമ്പത്തിൽ നിന്നും ഒരു പങ്ക് അന്യന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഹൃദയം വിശാലമാകുന്നു. എന്നാൽ നമ്മിലെ സ്വാർത്ഥത സൽക്കർമ്മം ചെയ്യുന്നതിൽ നിന്നും നമ്മെ പുറകോട്ട് വലിക്കും. അതിനതിജീവിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും തയ്യാറാവുന്നതാണ് ത്യാഗം. മറ്റുള്ളവരെ കാണിക്കുവാനും പേരും പ്രശസ്തിയും നേടുവാനും വേണ്ടി ചെയ്യുന്ന സേവനമൊന്നും തന്നെ ത്യാഗത്തിൽപ്പെടില്ല. അത്തരം പ്രവൃത്തി കൊണ്ട് ചിത്തശുദ്ധിയും കൈവരില്ല. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാകൃതാ കസ്യ സിദ്ധനം. ലോകത്തിൽ ഏതൊരു ചരാചര വസ്തുക്കളുണ്ടോ അതെല്ലാം ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു. ഈശ്വരനാൽ നൽകപ്പെട്ട വസ്തുക്കളെ ത്യാഗത്തോടെ ഉപയോഗിക്കുക. ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഈശ്വരൻ ദർശിക്കുക. എല്ലാറ്റിലും അന്തര്യാമിയായി വർത്തിക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് എല്ലാറ്റിനോടും ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കുക. ഈശ്വരൻ്റെ സമ്പത്ത് പങ്കിട്ടനുഭവിക്കുക. ഒന്നും തൻ്റേതല്ലെന്നും എല്ലാം ഈശ്വരൻ്റേതാണെന്നും ചിന്തിക്കുക. അങ്ങനെ ത്യാഗത്തോടുകൂടി ജീവിക്കുക. എല്ലാം ഈശ്വരൻ്റേതാണെന്ന ബോധത്തോടെ ലോകസുഖങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വാർത്ഥതയും അഹങ്കാരവും വരില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. എന്നാൽ അത് നമുക്ക് ലഭിക്കുന്നില്ല. എന്താണ് കാരണം? സമത്വവും സാഹോദര്യത്വവും സ്വാതന്ത്ര്യത്തിൻ്റെ കൂടപ്പിറപ്പുകളാണ്. സഹോദരൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാതെ തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. സകല ജീവജാലങ്ങളോടും കരുണയും മൈത്രിയും ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ ഉള്ളിലും പുറത്തും സന്തോഷമുണ്ടാകുന്നത്. സ്വാർത്ഥത കെട്ടിക്കിടക്കുന്ന മലിനജലം പോലെയാണ്. അതിൽ നിന്നും എല്ലാവിധ ദുർഗന്ധവും ഉണ്ടാകുന്നു. അത് തനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്നാൽ നിസ്വാർത്ഥത ഒഴുകുന്ന നദി പോലെയാണ്. അത് മലിനമാകുന്നില്ല. അത് എല്ലാവരെയും തഴുകിത്തലോടി സന്തോഷിപ്പിച്ചുകൊണ്ടൊഴുകുന്നു. ഒഴുകുന്ന നദി പോലെയാകണം നമ്മുടെ ജീവിതം. അപ്പോൾ എല്ലാ വേർതിരിവും നമ്മിൽ നിന്നും അകലുന്നു. അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യാപ്ത ചൈതന്യം ഏകമാണ്.
നമുക്ക് പ്രകാശവും ഊർജവും നൽകുന്ന സൂര്യൻ ഏകനാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളം ഒന്നാണ്, ജീവിക്കുന്ന ഭൂമി ഒന്നാണ്. എന്നാൽ മനുഷ്യൻ സ്വാർത്ഥത മൂലം എല്ലാതരം വേർതിരിവും ഉണ്ടാക്കുന്നു. ഞാൻ ഹിന്ദു, ഞാൻ മുസൽമാൻ, ഞാൻ ക്രിസ്ത്യാനി, ഇങ്ങനെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും നമ്മൾ വേർതിരിവുണ്ടാക്കുന്നു. ഒരേയൊരു ദൈവത്തെ പലതായി കൽപ്പിച്ച് ദൈവത്തിൻ്റെ പേരിൽ തല്ലുകൂടുന്നു. രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിന് വേണ്ടി ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നു. മനുഷ്യൻ വിവേകമുള്ളവനാണെന്ന് പറയുകയും വിവരക്കേടുകൾ മാത്രം ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യമാണ് ലോകത്തെ നരകതുല്യമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ഒരു സത്യസന്ധത കൊണ്ടുവരുവാൻ ബോധപൂർവം നാം ശ്രമിക്കണം. ഒരു വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഉന്നതനെന്നും അധമനമെന്നുമുള്ള കാഴ്ചപ്പാട് മാറണം. നാമെല്ലാം മനുഷ്യരാണെന്ന കാഴ്ചപ്പാട് വരണം. മാനവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. ഇതാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വഴി.